നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്പാഷനേറ്റ് കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ജില്ലയിലെ ചേർപ്പ്, ചൊവ്വന്നൂർ, കൊടകര, മുല്ലശ്ശേരി, പുഴയ്ക്കൽ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലും ഗുരുവായൂർ, കുന്നംകുളം, വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധികളിലും ആൽഫയുടെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ സെന്ററുകളുടെ പ്രവർത്തനത്തിനായി കൗൺസിൽ രൂപീകരിക്കുന്നതിന് താൽപര്യമുള്ള സന്നദ്ധ പ്രവർത്തകരെ നിർദ്ദേശിക്കാൻ കമ്മ്യൂണിറ്റി ഡയറക്ടർ സെന്ററുകളുടെ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ കാലാവധി 2 വർഷമാക്കിയതിനു ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ ഭാരവാഹികൾ സെൻട്രൽ കൗൺസിലിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുത്തത് ഔദ്യോഗിക അപേക്ഷാ ഫോറം വഴി ആൽഫ തറവാട്ടിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ അറിയിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കുന്നതിനുമുള്ള വേദിയാണ് സെൻട്രൽ കൗൺസിൽ. ആൽഫ ബൈലോ പ്രകാരം ആൽഫയുടെ ഓരോ സെന്ററും എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടതാണ്. ഇതിനുള്ള അപേക്ഷാ ഫോം സെന്ററുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ആൽഫ നെടുമങ്ങാട് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഏപ്രിൽ 29 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ ചേരും. സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തനങ്ങളും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കമ്മ്യൂണിറ്റി ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ വിളിച്ചിട്ടുള്ള യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി ജയചന്ദ്രൻ അറിയിച്ചു. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ, സ്റ്റാഫ് വോളണ്ടിയർ ടൂർ എന്നിവ ചർച്ച ചെയ്യാൻ തൃശൂർ സെന്റർ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ വൈകിട്ട് 3 മണിക്ക് സെന്ററിൽ ചേരുമെന്ന് സെക്രട്ടറി CK സജീവ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.